നമസ്കാരം. സ്പിരിച്വൽ അനാറ്റമി സെഷനിൽ നമ്മളിപ്പോൾ പ്രഭു പദത്തെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രഭു പദം തുടങ്ങുന്നത് 10ാമത്തെ പോയിന്റ് തൊട്ടിട്ടാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. 10ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ സഹസ്രദള കമലത്തിന് 2 വിരൽ പുറകിലേക്ക് ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ 10ാമത്തെ പോയിന്റ്. സഹസ്രദള കമലം ലൊക്കേറ്റ് ചെയ്യുന്നത് 2 ഇയർ ലോബിന്റെ മോൾ ഭാഗം ഇങ്ങനെ ജോയിൻ ചെയ്ത മോളിൽ സഹസ്രദള കമലവും അവിടുന്ന് 2 വിരൽ മുമ്പോട്ടായ 10ാമത്തെ പോയിന്റ്. അപ്പൊ ഈ 10ാമത്തെ പോയിന്റിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വര സന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. ബാബുജി മഹാരാജ് പറഞ്ഞു ഈശ്വര എന്നുള്ള ക്രിയേറ്റർ എന്നുള്ള ആ സ്റ്റേറ്റ് അത് 10ാമത്തെ പോയിന്റ് താഴെയാണ്. ഇതിനപ്പുറം ഈശ്വരനും കൂടി പ്രവേശനമില്ല എന്നും പറയുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്പിരിച്വൽ എൻറ്റിറ്റി രൂപപ്പെടുകയാണ്. നമ്മൾ മാസ്റ്ററുടെ മനോമണ്ഡലത്തിൽ അമ്മ എങ്ങനെയാണ് കുട്ടീനെ ഗർഭപാത്രത്തിൽ കൊണ്ടു നടക്കുന്നത്, അതുപോലെ നമ്മുടെ സ്പിരിച്വൽ എൻറ്റിറ്റി മാസ്റ്ററുടെ മനോമണ്ഡലത്തിൽ കൊണ്ടു നടക്കും. നമ്മൾ ശരിക്കും സാധന ചെയ്യുകയാണെങ്കിൽ 7 മാസം കൊണ്ട് നമ്മളെ ബ്രൈറ്റർ വേൾഡിലേക്ക് ഡെലിവർ ചെയ്യും എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രസവം, അതായത് ബ്രൈറ്റർ വേൾഡിലേക്കുള്ള ആ ഡെലിവറി സംഭവിക്കണം എന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ എൻറ്റിറ്റിയെ നമ്മൾ പരിപോഷിപ്പിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്പിരിച്വൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ശരിക്കുള്ള വ്യക്തിത്വം അവിടെയാണ്, ആധ്യാത്മിക തലത്തിലാണ്. ഇപ്പോൾ ഇവിടെയുള്ള പ്രവൃത്തികൾ നമ്മുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ക്രമേണ നമ്മളുടെ അവിടുത്തെ ജീവിതത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ ഭൗതിക ജീവിതം പിന്നെ ആവശ്യമില്ല. ആ സ്പിരിച്വൽ എൻറ്റിറ്റിക്ക് നേരെ ബ്രൈറ്റർ വേൾഡിലേക്ക് പ്രവേശിക്കാം. പിന്നെ ഈ തരത്തിലുള്ള ജനനമരണ ചക്രങ്ങളിൽ തിരിഞ്ഞ് കളിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സംഭവാമി ആത്മമായയാണ്, ഞാൻ എൻ്റെ ആത്മമായ കൊണ്ട് പ്രകടമാവുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലെത്താനാണ് നമ്മൾ ഇപ്പോൾ സാധന ചെയ്തുകൊണ്ടിരിക്കും 10ാമത്തെ പോയിന്റ് എത്തുമ്പോൾ. അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 10ാമത്തെ പോയിന്റിലും എ പോയിന്റ് ബി പോയിന്റ് വളരെ പ്രകടമാണ്. നമ്മുടെ ആധ്യാത്മിക സാധനയിൽ പ്രധാനപ്പെട്ട ജംഗ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് സി പോയിന്റ് ആണ്. നമ്മൾ ഹൃദയമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം. അപ്പോൾ അവിടെ ആഗ്രഹങ്ങൾ ഇടപെടുന്നു എന്ന് ദാജി പറയുന്നുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങൾ. അപ്പോൾ നമ്മൾ ആ ഗേറ്റ് കീപ്പറായിട്ട് നമ്മുടെ ഈഗോ ആണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കോൺഷ്യസ്നസിൻ്റെ വള്ളത്തിൽ നമ്മളവിടെ സങ്കുചിതമായിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഗേറ്റ് കീപ്പർ ഈ തരത്തിലൊരു ഈഗോട്ടിസ്റ്റ് കാണണമെന്നും ആലോചിച്ചു. ആൾക്കാർ അധികം വരില്ല, അയാൾക്ക് ഇഷ്ടമുള്ള ആൾ മാത്രമേ വരുള്ളൂ. പക്ഷെ ആ സി പോയിന്റിന്റെ ഈ തരത്തിലുള്ള ഈ പ്രവണത മാറണമെന്നുണ്ടെങ്കിൽ, കാരണം അവിടെയാണ് നമ്മൾ സംസ്കാരങ്ങൾ ഉണ്ടാവുന്നത്, അത് മാറണമെന്നുണ്ടെങ്കിൽ അവിടെ മാസ്റ്റർ കൊണ്ടുവയ്ക്കണം. അതാണ് നിരന്തര സ്മരണ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹയസ്റ്റ് വേർഷനായിട്ട് മാസ്റ്റർ സി പോയിന്റ് പ്രവർത്തിപ്പിക്കുക, ഇതാണ് നമ്മുടെ സാധനയുടെ ലക്ഷണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പിന്നെ സംസ്കാരങ്ങൾ ഉണ്ടാവില്ല. അതാണ് നിരന്തര സ്മരണ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ പോയിന്റ് മെഡിറ്റേഷനും ബി പോയിന്റ് ക്ലീനിങ്ങും ചെയ്യുന്നത്. എ പോയിന്റ് പ്രാർത്ഥന നടത്തുന്ന പോയിന്റാണ്. നമ്മുടെ എല്ലാ പ്രേയേഴ്സും എ പോയിന്റിലാണ് നടക്കുന്നത്. അതുപോലെ ബി പോയിന്റിൽ നമ്മൾ ശുദ്ധീകരണം, നമ്മുടെ ലോവർ ടെൻഡൻസീസിനെ ക്ലീൻ ചെയ്യുന്നു രാവിലെ മെഡിറ്റേഷന് മുമ്പ്. അപ്പോൾ ഈ ക്ലീനിങ് നമ്മളെ താഴത്തേക്ക്, ഏറ്റവും സ്ഥൂലമായിട്ടുള്ള പ്രവണത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ത്രീ പുരുഷമായിട്ടുള്ള ബന്ധമാണ്. അതിൽ നമ്മൾ ക്ലീനിങ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നമ്മുടെ ഇമോഷൻസിനും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം തന്നെ റൈറ്റിൽ നമ്മളെല്ലാവരും സഹോദരന്മാരാണെന്ന് പറഞ്ഞ് ആ ചിന്തയിൽ എ പോയിന്റിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെറിയ വ്യത്യാസമുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഭൗതികമായിട്ടുള്ള അട്രാക്ഷൻസ് ഇല്ലാണ്ടാവും. എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണെന്ന് ബോധം വരും. അപ്പോൾ ഷെയർ ചെയ്യണം എന്നുള്ളൊരു ബോധം വരാതെ, എനിക്കെല്ലാം നൽകപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ ഷെയർ ചെയ്യേണ്ട ആളാണ് എന്ന ബോധം വരും. അപ്പോൾ ആ തരത്തിൽ പ്രാർത്ഥനാഭാവം നമ്മൾ മാസ്റ്ററുടെ ഇൻസ്ട്രുമെൻ്റായി മാറിക്കൊണ്ടേയിരിക്കും എ പോയിന്റിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ സി പോയിന്റ് നിരന്തര സ്മരണയിലേക്ക് ട്രാൻസ്ഫോംഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കവാടം അതേപോലെ തന്നെ 10ാമത്തെ പോയിന്റിലാണ് അടുത്ത കവാടം. എ പോയിന്റ് ബി പോയിന്റ് അവിടെ ഉണ്ട്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യണ്ട, നമ്മൾ ക്ലീനിങ് ഇവിടെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അവിടുത്തെ ക്ലീനിങ് നടക്കും.
അടുത്ത പ്രാവശ്യം ലെവൽ എ പോയിന്റ് ബി പോയിന്റ് വരുന്നവിടെയാണ് നമ്മൾ സെൻട്രൽ റീജിയനിലേക്ക് വരുന്നത്. 12th പോയിന്റ് കഴിഞ്ഞ് 13 പോയിന്റിലേക്ക് ചെല്ലുന്നത് അവിടെയുണ്ട്. അത് വലിയൊരു ജംഗ്ഷനാണ്, ബ്രഹ്മരന്ധ്രം കിടക്കുന്നത്. അപ്പൊ ഈ വീഴ്ചയുടെ പ്രധാനപ്പെട്ട തലങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇവിടേക്ക് നമ്മൾ കടക്കുമ്പോൾ, നമ്മൾ പ്രഭു ഭാവത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തന്നെ പ്രഭുവായി, നമ്മൾ തന്നെ ഈശ്വരന്റെ ആ ബോധം വരാൻ തുടങ്ങും. ക്രിയേഷൻ എല്ലാം എൻ്റെ തന്നെയാണ് എന്നൊരു ബോധം വരാൻ തുടങ്ങും. ഇപ്പൊ ബാബുജി മഹാരാജ് പറയുന്നത്, ഒരു ഉദാഹരണം പറയുന്നത്, നമ്മള് ചന്ദനത്തിന്റെ സ്മെല്ല് നോക്കിയിട്ട് നമ്മൾ ചന്ദനമരം തേടിപ്പോകും. ഇപ്പൊ എവിടെയോ ആണ് ചന്ദനമരം. നേരെ മറിച്ച് ആ ചന്ദനം നമ്മൾ നെറ്റി തൊട്ട ആ സ്മെല്ല് നമ്മുടെ സ്മെല്ലായിട്ട് മാറും. ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിവൈൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് നമ്മളിൽ പ്രകടമാകുന്നു. നമ്മൾ ഈശ്വരനെ പറ്റി സംസാരിക്കുമ്പോൾ എന്നെ പറ്റിയാണ് സംസാരിക്കുന്നത് തോന്നാം, അറിയാലോ, ഈഗോ കൊണ്ടല്ല. ബാബുജി മഹാരാജ് ഒരു സ്റ്റേറ്റിൽ പറയുന്നുണ്ട്, വിഷ്ണുവിനെയും കൃഷ്ണനെയും രാമനെയും ഒക്കെ പറ്റി പറയുമ്പോൾ എന്നെ പറ്റിയാ പറയുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റാണ് ഈ 10ാമത്തെ പോയിന്റ്. അപ്പോൾ വളരെ കെയർഫുൾ ആണ്. ഈഗോ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിലേക്ക് വരുന്ന ആ പ്രവാഹം, ഒരു ഒലിച്ചു വരുന്ന ഫ്ലോ എന്ന് പറയാം, ഉയർന്ന തലത്തിൽ വരുന്ന ഫ്ലോ നമ്മളിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡോസേജ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ ഭൂമിയിൽ പെരുമാറുമ്പോൾ ഭൂമിയിൽ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ പെരുമാറണം. ഇപ്പോൾ മാസ്റ്റേഴ്സ് നോക്കിയാലറിയാം, മാസ്റ്റർ ഇത്രയും ഡിവൈൻ പേഴ്സണാലിറ്റിയാണ്, പക്ഷേ കുട്ടികളോട് സംസാരിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു, സാധാരണക്കാരോട് ഇടപെടുന്നു, എല്ലാ കാര്യത്തിലും ഒരു ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തി വരികയാണെങ്കിൽ എണീറ്റ് നിൽക്കുന്നു. മാസ്റ്ററാണ്, ശരിക്കും യൂണിവേഴ്സിന്റെ മാസ്റ്റർ തന്നെ പറയാം. മാസ്റ്റർ എണീറ്റ് നിൽക്കുന്നു, സ്വീകരിക്കുന്ന കസാലയിൽ ഇരിക്കുന്നു. അതാണ് മാസ്റ്ററി എന്ന് പറയുന്നത്. ഒരിക്കലും ആ ഒരു ഇത് കാണിക്കില്ല, ആ ഈഗോ വരില്ല. ഭഗവാൻ കൃഷ്ണന്റെ എക്സാമ്പിൾ എടുത്താലറിയാം, ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് ആര് വരുമ്പോഴും അവർക്ക് എങ്ങനെയാണ് ആ രീതിയിൽ പെരുമാറും. ഭക്തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പെരുമാറും. കുചേലൻ വരുമ്പോൾ കുചേലനോട് പെരുമാറുന്ന മാതിരി, ഭീഷ്മർ ഒരു ഭീഷ്മരോട് പെരുമാറുന്ന മാതിരി, ദുര്യോധനൻ വരുമ്പോൾ ദുര്യോധനനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അർജുനൻ വരുമ്പോൾ അർജുനനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, നാച്ചുറൽ ആയിട്ട് വരും. ഭഗവാൻ ആരോടും ദേഷ്യമില്ല, ആരോടും വെറുപ്പില്ല. നമുക്ക് തെറ്റിദ്ധാരണ, ഭഗവാൻ ചിലരെ ഇഷ്ടമല്ല, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാണോ അവർ ആഗ്രഹിക്കുന്നത്, ശത്രുവിനെ പോലെയാണ് വരേണ്ടത് വെച്ചാൽ ശത്രുവിനെ പോലെ വരും. ഹിരണ്യകശിപുവിന് ശത്രുവിനെയാണ് ആവശ്യം, ഹിരണ്യകശിപുവിന് മുമ്പിൽ നരസിംഹമായിട്ട് വരും. നേരെ മറിച്ചിട്ട് ഭക്തനായിട്ട് കുചേലന്റെ മുമ്പിൽ ഭഗവാനായിട്ട് വരും. അപ്പൊ ഈ ഡിഫറൻസ് ഇല്ല, അതാണ് മാസ്റ്ററിലും കാണുന്നത്. അപ്പൊ നമ്മളാണ് മാസ്റ്ററുടെ പ്രസൻസിനെ ഡിഫൈൻ ചെയ്തത്. മാസ്റ്റർ എങ്ങനെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, ഞാനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാനാണ് എൻ്റെ ക്ലീനിങ്ങിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ മാസ്റ്റർക്ക് വ്യത്യാസമില്ല. മാസ്റ്റർ ഒരു കണക്കിലുള്ള നിർഗുണനാണ്, വ്യത്യാസമൊന്നുമില്ല, പൂർണ്ണ സ്നേഹമാണ്. നമ്മൾ വാതിലടച്ചിട്ട് ഉള്ളിലിരിക്കുകയാണെങ്കിൽ ഈ സൂര്യ വെളിച്ചം കിട്ടില്ല, സൂര്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ നമ്മൾ മാസ്റ്ററുടെ പ്രസൻസിനെ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എപ്പോഴും തോന്നും എനിക്ക് വിഷമമാണ്, എനിക്ക് അസുഖമാണ്, എനിക്ക് അതാണ് ഇതാണ്. മാസ്റ്റർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്. അപ്പോൾ 10ാമത്തെ പോയിന്റ് വരുമ്പോൾ ഈ തരത്തിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ പോകും. ജനറോസിറ്റി, ഉദാരത, നമുക്ക് ഒരു മടി ഉണ്ടാവില്ല. എൻ്റേതായിട്ടുള്ള ഇതാണെന്നുള്ള ആ ഒരു സെപ്പറേഷൻ ഇല്ലാണ്ടേ മാറും. എല്ലാവർക്കും തുല്യമായിട്ട് സൂര്യൻ പ്രകാശം നൽകുന്നത് പ്രകാശിക്കാനുള്ള ഒരു കപ്പാസിറ്റി വരുന്നു. പക്ഷേ മനുഷ്യനാവുമ്പോൾ ഇത് കൺട്രോൾ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കണം, നമ്മുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ നടത്തണം. ഭൂമിയിൽ ഈശ്വരൻ അവതരിക്കുകയാണെങ്കിൽ ഈശ്വരൻ ഒരിക്കലും ഈശ്വരനായിട്ട് ഇവിടെ അവതരിക്കാൻ പറ്റില്ല. ഈശ്വരൻ മനുഷ്യനായിട്ട് അവതരിക്കാൻ പറ്റും. അപ്പം മനുഷ്യൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈശ്വരൻ പെരുമാറുന്നത്. അതാണ് ലിവിങ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഈശ്വരൻ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു മാസ്റ്ററായിട്ട് മനുഷ്യ ശരീരത്തിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാവും, നമുക്ക് തോന്നും മാസ്റ്റർ പാർഷ്യലാണെന്ന്. അങ്ങനെയല്ല, കാരണം ഇവിടെ അങ്ങനെ പറ്റും. ഇപ്പോൾ ഒരു അച്ഛൻ കുട്ടികളോടും, 3 കുട്ടികളുണ്ട്, 4 കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടിയോടും ഓരോ രീതിയിലാണ്. ചില കുട്ടി നല്ലോണം ഭക്ഷണം കഴിക്കും, ആ കുട്ടിക്ക് നല്ലോണം ഭക്ഷണം കൊടുക്കുന്നു. മറ്റേ കുട്ടിക്ക് പുസ്തകം വേണ്ട, ആ കുട്ടിക്ക് പുസ്തകമായി കൊടുക്കുന്നു. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന കുട്ടികൾക്ക് എന്നോട് ശ്രദ്ധയില്ല, അവനോടാണ് പാർഷ്യാലിറ്റി ഇല്ല, അവനതാണ് ആവശ്യം. അപ്പോൾ പേരൻസിനെ എങ്ങനെയാണോ കുട്ടികളെ കാണുന്നത്, അതുപോലെയാണ് മാസ്റ്റർ പ്രജകളെ ഇത് നമ്മൾ കാണുന്നത്. ആ ഒരു ക്വാളിറ്റി നമ്മുടെ ഉള്ളിൽ നമുക്ക് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ പ്രഭു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ അവിടേക്ക് എത്തി എന്നുള്ളത് മാസ്റ്റർ അറിയാൻ തുടങ്ങും. ഇതുവരെ മാസ്റ്റർ നമ്മളുടെ എല്ലാ കാര്യവും, നമ്മൾ പ്രാർത്ഥനയിലൊക്കെ നമ്മളെ കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ അങ്ങനെയല്ല. എൻ്റെ സഭയിലേക്ക് എൻ്റെ പ്രവൃത്തി ചെയ്യാൻ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തത്തോടാണ് വന്നിരിക്കുന്നു എന്നുള്ളൊരു ബോധം മാസ്റ്റർക്ക് വരാൻ തുടങ്ങും. മാസ്റ്ററുടെ വർക്കുകൾ നമുക്ക് തരാൻ തുടങ്ങും. ആ ഒരു ഡിഫറൻസ് ആണ് ഒരു അഭ്യാസിയിൽ വരുന്നത്. പ്രഭു പാദത്തിലേക്ക് മാസ്റ്റർ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അറിയാതെ തന്നെ വളരുന്നത് കാണാം. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഭൗതിക ഉത്തരവാദിത്തമല്ല, നമുക്ക് സ്നേഹം വിതറാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരും. നമ്മൾ
പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിൽ നമ്മൾ കൊണ്ടെത്തിക്കുന്നു. നമുക്ക് വിചാരിക്കും എന്തിനാ എവിടെ കൊണ്ടുവന്നിട്ടത്. ബാബുജി മഹാരാജ് ഒരിക്കലും റെഡ് സ്ട്രീറ്റിൽ പോയി പെട്ടു. അപ്പോൾ ലാലാജി മഹാരാജ് പറഞ്ഞു, നീ ഏതായാലും അവിടെ വന്നില്ല, നീ അവിടെ ട്രാൻസ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മളിൽ വരാനുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഘട്ടങ്ങൾ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള വർക്കുകൾ എന്ന് തോന്നുന്ന കാര്യത്തിൽ നമ്മളെ കൊണ്ട് എത്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് ഇത്രയൊക്കെ നീ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിനക്കെന്താ കിട്ടി, നീ ഇങ്ങനെ വിഷമിക്കുന്നു. അങ്ങനെയല്ല, മാസ്റ്റർ ഏറ്റവും നല്ല ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നു. നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ കത്തി ഉപയോഗിക്കുന്നത്, നമ്മൾ ഏറ്റവും നല്ല കത്തി, ഏറ്റവും ഉപയോഗിക്കുന്ന പിശാങ്കത്തി നമ്മൾ ഉപയോഗിക്കുന്നു. ഉപയോഗിക്കാത്ത കത്തി നമ്മൾ ഉപയോഗിക്കില്ല. അതുപോലെ മാസ്റ്റർ ഏറ്റവും നല്ല ഇൻസ്ട്രുമെന്റ്സിനെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണികൾ ഏൽപ്പിക്കുക. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണമെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് പ്രോഗ്രസ് 10ാമത്തെ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് പോകും. അപ്പൊ ഇന്ന് നമ്മൾ 10ാമത്തെ പോയിന്റിൽ അതും 10ാമത്തെ പോയിന്റ് ക്വാളിറ്റി, എയർ പോയിന്റ് ക്വാളിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. 5ാമത്തെ പോയിന്റ് 10ാമത്തെ പോയിന്റ് ഒരേ മാതിരിയാണ്, വായു എലിമെന്റ്. ആ വായു എലിമെന്റും ആ ചക്രത്തിലുള്ള എർത്ത് എലിമെന്റ്, ഭൂമി എലിമെന്റ് നമ്മളുടെ ഹാർമണി, അതാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഭൂമി എന്ന് പറയുമ്പോൾ കണ്ടെയ്ൻമെന്റ് ആണ്, ഭൗതികമായിട്ടുള്ള തലത്തിൽ പ്രവർത്തിച്ച് ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കുക, കണ്ടെയ്ൻമെന്റ്. അതാണ് ശുദ്ധീകരണത്തിന് പ്രാധാന്യം പറയുന്നത്. അപ്പൊ എന്ത് നമ്മൾ എവിടെ ഉയർന്നാലും ഭൂമിയിൽ കാലൂന്നിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഞാൻ സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞ് ഇവിടെ ഉത്തരവാദിത്തങ്ങളൊന്നും, ഞാൻ വീടും കുടുംബവും വിട്ടിട്ട് പോകാനൊന്നും പാടില്ല. അങ്ങനെയാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അവിടെ എത്തുമ്പോൾ ഇവിടെ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭൂമി ചക്രത്തിൽ കൂടി കൂടുതൽ പ്രാക്ടീസ് ചെയ്തു. അന്നത്തെ ആ പ്രാക്ടീസാണ്. അപ്പോൾ 10ാമത്തെ പോയിന്റിന്റെ ആ പ്രഭുഭാവം, ബിലോങ്ങിങ്നെസ്, സെറ്റിൽനെസ്, അതും ഭൂമിയിലുള്ള ഈ കണ്ടെയ്ൻമെന്റ്, ഇത് തമ്മിൽ എങ്ങനെയാണ് നമ്മൾ സമരസപ്പെടുക. ഇതാണ് ഇന്നത്തെ നമ്മൾ മെഡിറ്റേഷൻ. കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. നമ്മൾ ആദ്യം മെഡിറ്റേഷൻ തുടങ്ങുന്നത് ഫസ്റ്റ് പോയിന്റിലാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റിന്റെ ഇടത്തെ സൈഡ്, ലോവർ പാർട്ട്, ഇവിടെയാണ് ഫസ്റ്റ് പോയിന്റ്. ഹൃദയത്തിലുള്ള ദിവ്യ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ശ്രദ്ധ പതുക്കെ 5ാമത്തെ പോയിന്റിലേക്ക്, 5ാമത്തെ പോയിന്റ് കഴുത്തിന്റെ ലോവർ പാർട്ടാണ്, വായു ചക്രം, അവിടെ കൊണ്ടുവരൂ. എന്നിട്ട് 10ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കണം. 10ാമത്തെ പോയിന്റ് നെറ്റിയുടെ മുകൾ ഭാഗത്താണ്, ഞാൻ വിരലിന്റെ തൊട്ട് കാണിക്കുന്നത്. ഏകദേശം 10ാമത്തെ പോയിന്റിലേക്ക് ശ്രദ്ധ തിരിക്കുക. ആദ്യം ശുദ്ധീകരണമാണ്. 10ാമത്തെ പോയിന്റ് സെന്ററിൽ വായു എലിമെന്റ് ആണ്, അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും.
ഇനി ഫസ്റ്റ് പോയിന്റിലേക്ക് വരും. ഫസ്റ്റ് പോയിന്റ് ചെസ്റ്റിൻ്റെ ലോവർ പാർട്ട് ലെഫ്റ്റ് സൈഡ്. അവിടെ 9 o'clock ക്വസ്റ്റ്യൻ ആണ് വായു എലിമെന്റ്, എയർ എലിമെന്റ്. അപ്പോൾ 9 o'clock ക്വസ്റ്റ്യൻ്റെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരും. സെക്കൻഡ് പോയിന്റ് ചെസ്റ്റിൻ്റെ റൈറ്റ് സൈഡ് ലോവർ പാർട്ടാണ്. അവിടെ 6 o'clock ക്വസ്റ്റ്യൻ ആണ് വായു എലിമെന്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഈ തേർഡ് പോയിന്റിലേക്ക് വരും. തേർഡ് പോയിന്റ് ഫയർ പോയിന്റ് ആണ്. അവിടെ അത് ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് അപ്പർ പാർട്ട്, മോൾ ഭാഗത്താണ്. അവിടെ 3 o'clock ക്വസ്റ്റ്യൻ ആണ്, 3 മണി ആ പൊസിഷനിലാണ് വായു എലിമെന്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഈ നാലാമത്തെ പോയിന്റിലേക്ക് വരും. നാലാമത്തെ പോയിന്റ് റൈറ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് അപ്പർ പാർട്ടാണ്. അത് വാട്ടർ ചക്രമാണ്, ജലചക്രം. അവിടെ 12 o'clock പൊസിഷനിലാണ് വായു എലിമെന്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ശുദ്ധീകരണം കംപ്ലീറ്റ് ആയി. തിരിച്ച് ഫിഫ്ത്ത് പോയിന്റിലേക്ക് വരും. ശ്രദ്ധ 10th പോയിന്റിലേക്ക് വേണം. ഇന്ന് നമ്മൾ 10th പോയിന്റിലുള്ള വായു എലിമെന്റും എർത്ത് എലിമെന്റും തമ്മിലുള്ള സമരസം, ഹാർമണി, അതാണ് നമ്മുടെ ഇന്നത്തെ മെഡിറ്റേഷൻ. വായു ചക്രത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ വിവേകം, വിവേകബോധം, ശരി തെറ്റ്, നിത്യം അനിത്യം, അങ്ങനെയുള്ള വിവേകബോധം. എർത്ത് ചക്രയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സംതൃപ്തി, ക്ഷമ. സംതൃപ്തിയും ക്ഷമയും അതോടൊപ്പം തന്നെ വിവേകബോധവും. 10ാമത്തെ പോയിന്റിലുള്ള ആ ഒരു സെറ്റിൽഡ് അനുഭവം, ബിലോങ്ങിങ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെയാണ് എന്നുള്ള ബോധം, അതെല്ലാം ഹാർമണൈസ് ചെയ്യുകയാണ്. അതിലെല്ലാം നമ്മൾ ലയം പ്രാപിക്കുകയാണ്. ഈ ക്വാളിറ്റീസ് എല്ലാം എൻ്റേതായി തീരുകയാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ധ്യാനിക്കും. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, മാസ്റ്ററുടെ അനുഗ്രഹത്താൽ ലഭിച്ചിട്ടുള്ള ക്വാളിറ്റീസ് മാസ്റ്ററുടെ സേവനത്തിനായി ഉപയോഗിക്കപ്പെടും. ഈ സങ്കല്പത്തോട് കൂടിയിട്ട് പതുക്കെ കണ്ണുകൾ തുറക്കും.